രാജ്യത്ത് വളർന്നു വരുന്ന ഭാവി തലമുറയെ നേരിട്ട് അഭിസംബോധന ചെയ്യാൻ രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ സെന്റ് തോമസ് സ്കൂളിൽ ജൂബിലി ആഘോഷത്തിൽ എത്തി. Can you share your unforgettable memory from your school days? I was very naughty in school. I used to always get up to some mischief or the other. I was put in a boarding school and I was actually quite happy, but I had convinced my parents that I was very unhappy because I wanted them to keep coming. പ്രതീക്ഷയോടെയാണ് രാജ്യം ഇതിനെ വിലയിരുത്തുന്നത്. ഈ സന്ദർശനത്തിലെ രാഷ്ട്രീയതയ്ക്കപ്പുറം ലോകം ബഹുമാനിക്കുന്ന ഇന്ത്യയുടെ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധി ജനകീയ നീക്കം നമ്മൾ കാണേണ്ടത് തന്നെയാണ്. ചരിത്രം ചികഞ്ഞാൽ നമുക്ക് കാണാം, കുട്ടികളെ ഏറ്റവും സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി. കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജിയായി കാണുമ്പോൾ തന്നെയാണ് ആ കുടുംബത്തിലെ മറ്റൊരു കണ്ണി വിദ്യാർത്ഥികളുടെ ഇടയിൽ അവരെ നേരിട്ട് സന്ദർശിച്ച് അവരുമായി സംവദിക്കുന്നത്. ഓരോ പൗരനും അന്യൻ്റെ ഭാഷയെയും സംസ്കാരത്തെയും മതത്തെയും ബഹുമാനിക്കുന്ന ഒരു ഇന്ത്യയാണ് വിഭാവനം ചെയ്യുന്നത് എന്ന് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞു. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിലുള്ള സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിവരങ്ങൾ വിരൽത്തുമ്പിലെത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേവലം വിവരങ്ങളെ അറിവായും വിവേകമായും മാറ്റാൻ വിദ്യാലയങ്ങൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം അവിടെ ആവശ്യപ്പെട്ടു. വിവരസാങ്കേതിക വിദ്യയെക്കുറിച്ചും ഡാറ്റയെക്കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെക്കുറിച്ചും നമ്മൾ ദിവസവും കേൾക്കുന്നുണ്ട്. വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒരു വിവര വിപ്ലവ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ വിവരങ്ങളെ നിരീക്ഷിച്ച് അവയെ അറിവാക്കി മാറ്റുകയും അതിലുപരി വിവേകത്തോടെ പെരുമാറാൻ പ്രാപ്തിയുള്ളവരായി വിദ്യാർത്ഥികളെ മാറ്റുകയും ചെയ്യുക എന്നതാണ് സ്കൂളുകളുടെ പ്രധാന ചുമതലയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവരങ്ങൾ മാത്രം ലഭിക്കുകയും എന്നാൽ വിവേകമില്ലാതിരിക്കുകയും ചെയ്താൽ ലോകം ജീവിക്കാൻ പ്രയാസമുള്ള ഒരിടമായി മാറുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വിവരവിപ്ലവത്തിൻ്റെ ഈ കാലത്ത് നമ്മൾ വിവേകമില്ലാതെ പെരുമാറിയാൽ ലോകം അങ്ങേയറ്റം അസുഖകരമായ ഒരിടമായി മാറും. അതുകൊണ്ട് തന്നെ യുവാക്കളായ വിദ്യാർത്ഥികളെ വിവേകമുള്ള പൗരന്മാരാക്കി മാറ്റുന്നതിൽ ഇത്തരം വിദ്യാലയങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. രാഹുൽ ഗാന്ധി അവരെ ഉദ്ബോധിപ്പിച്ചു. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ ആക്രമിക്കപ്പെടുകയാണ്. അത് സർക്കാരിനെ നടത്തുന്നവരാൽ. അവർ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കീഴ്പ്പെടുത്തുന്നു. അവർ നമ്മുടെ വിവിധ സ്ഥാപനങ്ങളെ ആക്രമിക്കുന്നു. തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോട് യോജിക്കാത്തവരെ അവർ ഭീഷണിപ്പെടുത്തുന്നു. അതിനാൽ ധീരരും ആത്മവിശ്വാസമുള്ളവരും ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയമില്ലാത്തവരുമായ നിങ്ങളെപ്പോലെയുള്ള തലമുറ വളർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ രാജ്യത്തിൻ്റെ അതീവ ദുസ്ഥിതി രാജ്യത്തെ ഭാവി തലമുറയെ ബോധിപ്പിക്കുകയായിരുന്നു രാഹുൽ. ഇതുപോലെ ഏത് ദേശീയ നേതാവുണ്ട് നമ്മുടെ രാജ്യത്ത്? മറ്റേത് ദേശീയ നേതാവിന് കഴിയും ഇങ്ങനെ കൗമാരങ്ങളുടെ മുന്നിൽ നിന്നും അവരോട് സംവദിക്കാൻ? ഒരു ദേശീയ നേതാവല്ലാതെ, ഒരു രാഷ്ട്രീയക്കാരനാകാതെ, കുട്ടികളുടെ കൂട്ടുകാരനായി അവരോടൊപ്പം അവരുടെ സംശയങ്ങളും അവരുടെ കൊച്ചു രാഷ്ട്ര ചിന്തകളും കേട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു ചിരിച്ചും കളിച്ചും അവരോട് സല്ലപിക്കാൻ രാഹുൽ ഗാന്ധി സമയം കണ്ടെത്തുമ്പോൾ വളർന്നു വരുന്ന ഒരു തലമുറ അദ്ദേഹം കാണുന്ന ഇന്ത്യയുടെ ഭാവി എത്ര പ്രതീക്ഷയുള്ളതാണ് എന്ന് ഓർക്കണം. തൻ്റെ കുട്ടിക്കാലത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ ആ കുട്ടികൾക്ക് മുന്നിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തൻ്റെ ജീവിതത്തെ കുട്ടികളിലേക്ക് പകർന്നു നൽകിയത്. ഇന്ന് രാജ്യം നേരിടുന്ന രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ അദ്ദേഹം അവിടെ ചൂണ്ടിക്കാട്ടി. ഒന്ന് ഓർക്കുക, രാഹുൽ ഗാന്ധിയുടെ വേറിട്ട വഴികൾ രാജ്യം ഇതിനകം പലതവണ കണ്ടതാണ്. ചായക്കടക്കാരനെ സന്ദർശിക്കുക, ചെരുപ്പ് കുത്തിയെ സന്ദർശിക്കുക, ആദിവാസി ഉന്നതികളിൽ അവരോടൊപ്പം ആഹാരം കഴിക്കുക, മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരോടൊപ്പം മീൻ പിടിക്കുക തുടങ്ങിയ സാധാരണക്കാരായ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായി മാറി അവരുടെ സ്പന്ദനമറിയുന്ന ഒരു നേതാവ് ഏത് പാർട്ടിയിലുണ്ട്? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് രാഷ്ട്രീയമല്ല പരമപ്രധാനം, ഇന്ത്യയെ താങ്ങി നിർത്തുന്ന കോടിക്കണക്കിന് വരുന്ന കൗമാരക്കാരും യുവാക്കളും താഴേക്കിടയിലെ ഗ്രാമീണരുമടങ്ങിയ ജനം എന്നതാണ്. BJP വെറുപ്പ് രാഷ്ട്രീയത്തിൻ്റെ വിത്തുകൾ പാകി അധികാരത്തിൻ്റെ അപ്രമാദിത്വത്തിൽ രാജ്യ ശിഥിലീകരണം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ
സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ പുത്തൻ സംഹിത രചിച്ച് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന രാഷ്ട്രീയം അത് കുട്ടികളിൽ വേഗത്തിൽ ആഴത്തിൽ വേരൂന്നും എന്നതിനാലാണ് ഇളം തലമുറയിലേക്ക് പ്രബുദ്ധമായ രാജ്യചിന്തകൾ തൂവിയിടാൻ അദ്ദേഹം മുതിർന്നത്. ദശാബ്ദങ്ങളുടെ ചരിത്രമുള്ള മതേതരത്വ പാരമ്പര്യ ചരിതമെഴുതിയ ദേശീയത ഉയർത്തിയ ഒരു പാർട്ടിയുടെ വക്താവായ രാഹുൽ ഗാന്ധിയിൽ നിന്നും പുതിയ തലമുറ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഗൂഡല്ലൂർ സെൻറ് തോമസ് സ്കൂളിൽ കുട്ടികൾക്ക് പകർന്നു നൽകിയത്. അത് തികഞ്ഞ ആത്മാർത്ഥതയോടെ വിദ്യാർത്ഥികൾ നെഞ്ചേറ്റുന്ന കാഴ്ചയും അവിടെ കണ്ടു. മറ്റൊരു രാഷ്ട്രീയ നേതാവിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു സ്വീകാര്യത രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.